ഹായ് ഗൈസ്, ഇന്ന് സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പോൾ അവൾക്ക് പക്ഷെ വർക്കുണ്ട്. അപ്പോൾ വർക്കിന് പോയി വരുന്ന ടൈം കൊണ്ട് കുറച്ച് നേരം എത്തും ആള്. അപ്പോൾ നമ്മൾക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നൊക്കെയാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്ത് നോക്കണത്. എത്രത്തോളം പണി പാടുന്നറിയില്ല, പാടുന്ന പോലെ കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പയ്യെ കുക്കിങ്ങിലേക്ക് കിടന്നാലോ. എന്താ സാധനം എന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം, അതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, ഇന്ന് നിസ്സാരത്തിലൊന്നും അരിഞ്ഞാൽ നിൽക്കില്ല. ഇന്ന് അരിഞ്ഞളാനായി ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങളുടെ അരിഞ്ഞള കാണാം. കുറേ ഉണ്ട്, കുറേ. ആദ്യം തന്നെ എന്നത്തെയും പോലെ സവാള, കുറച്ച് സവാള അരിഞ്ഞു, കുറച്ചുകൂടി അരിയാനായിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി കുറച്ച് ക്യാബേജ് അരിയാം. അടുത്തതായി ക്യാരറ്റ് നമുക്ക് അരിയാം. ഇനി ഒരു കുക്കുംബർ. ഇങ്ങനെയൊക്കെയാണ് അറിയണ്ടതെന്ന് അറിയില്ല കേട്ടാ, ഒരു ഊഹാബോധത്തിൻ്റെ അരിയാണ്. അപ്പോൾ തെറ്റുകളിലേക്ക് ശ്രമിക്കുക. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കം അരിയാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തേക്കണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ നേരത്തെ സെറ്റാക്കി വെച്ച വരിക ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇതൊക്കെ ഇങ്ങനെയാണ് അരിയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒരു നമ്മുടെ പോളിസി എന്താ വെച്ചാൽ അരിഞ്ഞ് തള്ളത്ര ഉള്ളൂ. പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം, കുക്കുംബർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ സവാള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചപ്പാത്തി. ഇപ്പോൾ ഏകദേശം പരിപാടി മനസ്സിലായിട്ടുണ്ടാവും. ചപ്പാത്തി വേണം നമുക്ക്, അതുപോലെ തന്നെ സോസ് വേണം, പിന്നെ മയണൈസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ ആവശ്യം. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, അത് റെക്കമെൻഡ് അല്ല, നമുക്കിവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് വാങ്ങി. പ്ലാസ്റ്റിക് കുറച്ച് ആവശ്യമുണ്ട് ഇതിന്. ശരിക്കും ഇത് ഹെൽത്തി ഓപ്ഷൻ അല്ല ഇവിടെ, കാരണം കുറച്ച് സാധനങ്ങൾ ഞാൻ ഒന്നാമത് കടകളൊന്നും തുറന്നിട്ടില്ല ഇന്ന്, മറ്റേ ഹോളിഡേ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് വാങ്ങേണ്ടി വന്നു. അല്ലെങ്കിൽ പനീറൊക്കെ ബെസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും പനീർ. അല്ലെങ്കിൽ സോയൊക്കെ യൂസ് ചെയ്യാം, നല്ലതാണ്. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യണത് കണ്ടാലോ. ടൊമാറ്റോ സോസ് ആദ്യം ഒന്ന് പരട്ടി കൊടുക്കാം. ടൊമാറ്റോ സോസ് നമ്മളിങ്ങനെ ഒരു ലെയർ ടൊമാറ്റോ സോസ് ഒന്ന് ആദ്യം പരട്ടി കൊടുക്കാം. പിന്നെ കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കാം. നമ്മളപ്പോൾ ഈ അരിഞ്ഞ് വെച്ചുള്ള സാധനങ്ങളൊക്കെ കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിൽ സെറ്റ് ചെയ്ത് എന്താ പറയുക, നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ അതിൻ്റെ മുകളിൽ പൊടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ പരിപാടി ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇത് ഏകദേശം വെജ് ഷവർമയാണ്. നമുക്കിത് മറ്റേ പനീറും സോയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് അടിപൊളി ചെയ്യാം. മറ്റേ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ഇന്ന് ഓൾറെഡി മറ്റേ ഹോളിഡേ ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ കുറവാണ് തുറന്നുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എന്താ പറയുക, സോയ ഒന്നും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം കടയിൽ നിന്ന് വാങ്ങി. ഈ പനീറൊന്നും കിട്ടാനില്ല, ഇവിടെ അടുത്തുള്ള ഷോപ്പുകളൊക്കെ പോയി പനീറൊന്നുമില്ല. അപ്പോൾ പ്ലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പരിപാടികൾ ചെയ്യണം. ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ, ഇത് നല്ല രസമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം കുറച്ചെണ്ണം നമ്മളങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ പിക്ക് ചെയ്യാൻ പോയി വന്ന് ബാക്കി കാണാം. ഓക്കെ,
ഇതെന്തായാലും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, 100% ഉറപ്പ്. ഞാൻ വല്ല പനീർ ബട്ടർ മസാലയോ എന്തെങ്കിലും പരിപാടി ആയിരിക്കുന്ന വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചപ്പാത്തി ആയിരിക്കുന്നതാവും വിചാരിച്ചിട്ടുണ്ടാവുക. ഇതെന്തായാലും പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒന്ന് പോയി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻ കാണാം. ഹായ്, എന്തേ എന്തിൻ്റെ പേടിയാണ്? ഇന്ന് ഒരു കാര്യം പറയട്ടെ, ഇത് യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിട്ടാ. വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, ഇന്ന് ഞാനൊരു സാധനം ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ. എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും ഗസ് ചെയ്യും? ഓ അല്ലേ, ഓക്കെ. അപ്പം നമുക്ക് പോയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായിരിക്കുന്നതാണ് ഒന്ന് ഗസ് ഒന്ന് പറഞ്ഞേ. എന്നാലും പറ, എന്തായിരിക്കും? ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും. അപ്പൊ കണ്ണേട്ടൻ എന്തായാലും എളുപ്പമാർഗം തേടാനാണ് സാധ്യത എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ചപ്പാത്തി വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നു. പക്ഷെ അവന്റെ വർത്താനത്തിൽ നിന്ന് മനസ്സിലായി അതല്ലെന്ന്. പക്ഷെ പിന്നെ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്നാ പോയി കണ്ടാലോ. ഞാനപ്പോ അതിനെ തട്ടിക്കൂട്ടി ഇഡ്ഡലി പാത്രത്തിന്റെ ഉള്ളാക്കി വെച്ചു. അപ്പൊ ഒരു സർപ്രൈസ് പോലെ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയതല്ല. അല്ല, തുറക്കൂ, എന്താണെന്ന് നോക്കൂ. ഉള്ളിലാക്കി വെച്ചതാണ്. അതെ, കണ്ടിട്ടില്ല. അയ്യോ, എന്തായിരിക്കും? ചൂടുണ്ട്. കഴിച്ചു നോക്കിയാണ് എടുത്തിട്ട്. ആ റാപ്പ് എന്നാ ഷവർമ എന്നാ എന്താ പറയാ. എന്നിട്ട് ഓ അതെ, ഒന്നെടുത്ത് നോക്കിയേ. തുറക്കണ്ട, കടിച്ചു നോക്ക്. കടിക്ക് അടുത്ത് നമുക്ക് എടുത്ത് തുറക്കാം. ഇത്തിരി പ്ലെയിൻ ആയി പോലെ ഇത്തിരി ഗുണ്ടപ്പന എടുക്കരുന്നു. അങ്ങനെ വെച്ച് കടിച്ചു നോക്കിയേ. നല്ലതാണോന്ന് അറിയാലോ. കൊള്ളാവോ? മിഷൻ സക്സസ്. ഇന്നപ്പോ നമ്മള് എന്തെങ്കിലും അടുത്ത പരിപാടികള്? യാ, നമ്മളെ ആട് 3 ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആട് 3 കാണാൻ പോവാണ്. നമ്മളെ ആലുവേല കിട്ടിയുള്ളൂ ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി പടത്തിന് പോയാലോ? തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് നിന്റെ അഭിപ്രായം? ആ കുറുകുറായിട്ട് അപ്പോൾ ക്രഞ്ചിനെസ് വന്നില്ലേ ശരിക്കും. ഞാൻ എന്താ പറയുക, പനീറാ സോയൊക്കെ ഇട്ടുണ്ടാക്കാന്ന് വിചാരിച്ചാ. അവിടെ ചെന്ന് പനീറൊന്നുമില്ലടാ. അപ്പുറത്തെ പനീറൊന്നുമില്ല. ഒറ്റ കട തുറന്നിട്ടില്ല. ഈ മയണൈസൻ എന്തോ ഭയങ്കര കിട്ടിയതാ. ഇതായിട്ട് ഇതിന്റെ ഹോളിഡേ. എന്താണ് അപ്പോൾ നീ പറയാനുള്ളത്? 2 വാക്ക് പറയൂ. ഭാവിയിൽ ഞാനത് ചിന്തിക്കുന്നു. ഇത് താങ്ക് യു. അല്ലാണ്ട് ട്രൈ ചെയ്യണം. നല്ലതെന്നാണ് പറയുന്നത്. നോക്കൂ. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് നമ്മള് പടത്തിന് പോവാൻ പാപ്പനെ കാണാൻ പോകും. നമുക്ക് ഷാജി പാപ്പനെ കാണാൻ പോകാം. ആട് 2 അല്ല, ആട് 3. ഓ, ആർക്കറിയില്ലോ. എന്റെ തെറ്റിപ്പോയി പറഞ്ഞത് ആട് 2 ആട് 3 പോയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ട്
തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. സമയം 1:30 ഗൈസ്. അതെ 1:30. 1:30 പടമൊക്കെ ഉണ്ടെങ്കിലുണ്ട് പടം. സൂപ്പർ പടം, രക്ഷയില്ല. കിടിലം പടം സത്യം. നല്ല രസം. ചിരിച്ചിരിച്ച് ഒരു വഴി. അതെ സൂപ്പർ പടം. അപ്പോ നമ്മൾ ക്ഷീണിച്ചിവിടെ എത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളതിന്റെ സിനിമയൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇനി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോ ബൈ.